നമസ്കാരം പ്രിയമുള്ളവരെ. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് ഈ കാര്യത്തിൽ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. പാറ്റകളുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പാറ്റകൾ എന്ന് പറഞ്ഞാൽ വെറും ഒരു ജീവനില്ലാത്ത വസ്തു എന്നോ അല്ലെങ്കിൽ ശക്തിയില്ലാത്ത വസ്തു എന്ന് കരുതണ്ട. ഭൂകമ്പത്തെ പോലെ അതിജീവിക്കാൻ കഴിയുന്ന, വെള്ളത്തിൽ മിനിറ്റുകളോളം കിടക്കാൻ സാധിക്കുന്ന ജീവിയാണ് പാറ്റ. ഒരു ഉന്നത വ്യക്തി ആ ഇന്ത്യയിലെ യുവാക്കളെ പാറ്റകളോടും മറ്റ് നികൃഷ്ട ജീവികളോടും ഒക്കെ ഉപമിച്ചതിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇന്ത്യയിൽ ഉണ്ടായത്. ചെറുപ്പക്കാർ വീട്ടിലിരുന്ന് ഉറങ്ങിയ ചെറുപ്പക്കാരെ വിളിച്ച് വെളിയിലേക്ക് ഇട്ടത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളൊന്നുമല്ല. ഈ വീട്ടിൽ കിടന്നുറങ്ങിയ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളുടെ സഹോദരന്മാർ, കുട്ടികളാണ് പുറത്തേക്ക് വന്നത്. 13ഉം 14ഉം വയസ്സുള്ള കുട്ടികൾ ഈ രാജ്യത്തെ തങ്ങളുടെ ഭാവിക്ക് വേണ്ടി സമരം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമരത്തെ അടിച്ചമർത്തുകയല്ല ഒരു സർക്കാരും ചെയ്യേണ്ടത്. ഇത് രാഹുൽ ഗാന്ധിയുടെ വിഷയമോ സോണിയാഗാന്ധിയുടെ വിഷയമോ അല്ലെങ്കിൽ CPM-ന്റെ MABയുടെ വിഷയമോ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയമല്ല. ഈ നാട്ടിൽ വളർന്നു വരുന്ന ഓരോ കുഞ്ഞിൻ്റെയും വിഷയമായതുകൊണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണമെന്ന് പറയുന്നത്. ഇന്നലെ നടന്ന നരനായാട്ടിൽ, പോലീസ് നടത്തിയ നരനായാട്ടിൽ നമുക്കറിയാം, നെയിം പ്ലേറ്റ് ഇല്ലാത്ത ധാരാളം ആൾക്കാർ വന്ന കൂട്ടത്തിൽ തന്നെ സിവിൽ വേഷത്തിൽ ഷേവ് പോലും ചെയ്യാതെ കയ്യിൽ പ്രത്യേകതരം ചരടും കെട്ടി കയ്യിൽ മുളവടിക്കകത്ത് ആണി ഉറപ്പിച്ച് കുഞ്ഞുങ്ങളെ അടിച്ചു വലിച്ച് കീറി ഓരോ കുട്ടികളുടെ ശരീരം നിങ്ങൾ കാണുന്നവർ തല വരെ അടിച്ചു പൊട്ടിച്ചു. ഇത് ജനാധിപത്യ രാജ്യമാണ്. നിങ്ങൾ വോട്ട് കൊടുത്ത് വളർത്തിയ നിങ്ങളുടെ ഭരണാധികാരിയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലുന്നോർക്കണം. എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അവനെ രാജ്യദ്രോഹിക്ക് കുറ്റം ചുമത്തി വിടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതാണ്, എന്താണ് അവർ ചെയ്ത കുറ്റം. ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ പഠിക്കുന്നത് വിദേശത്താണെന്നാണ് അറിയുന്നത്. പിന്നെ അമിത്ഷാ, ഡൽഹി ഭരിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന അമിത്ഷാ ഇത്രയും ക്രൂരമായ രീതിയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ ആരെങ്കിലും ചെയ്യുമോ? മക്കളുള്ള ഒരു അച്ഛനും മക്കളുണ്ടായിട്ട് മാത്രം പോരാ, കുഞ്ഞുങ്ങളെ ആത്മാർത്ഥമായി ചേർത്ത് നിർത്തി ഹൃദയത്തോട് അടുപ്പിച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും, അയാൾ ഭരണാധികാരിയായാലും സാധാരണ പൗരനായാലും, ഇതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. ഇത്ര ക്രൂരമായി ഗുണ്ടകളെ വിട്ട് കുഞ്ഞുങ്ങളെ അടിച്ചു തോർക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, ആ അടി ഓരോന്നും അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഭാവിയിലേക്ക് കിട്ടിയതാണ്. ഓരോ കുഞ്ഞുങ്ങളുടെ ശരീരത്തെ മുറിവ് കാണുമ്പോൾ സത്യത്തിൽ കണ്ണുനീർ വാർക്കാതെ പറ്റാത്ത അവസ്ഥയിലേക്ക് രാജ്യം കടന്നുപോയിരിക്കുന്നു. ചെയ്ത കുറ്റം എന്താണ്? അവർ ചെയ്ത കുറ്റം എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഈ കുഞ്ഞുങ്ങൾ ജന്തർ മന്ദിലേക്ക് മാർച്ച് ചെയ്യാനുണ്ടായ കാരണം എന്താണ്? എന്താണ് അവർ ചെയ്ത കുറ്റം? അവരോടൊപ്പം പഠിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങളും 3-4 ലക്ഷം രൂപ കൊടുത്ത് എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോയി പഠിച്ചിട്ട് വരുന്ന കുഞ്ഞിനെ നീറ്റ് പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തൻ്റെ പാർട്ടിക്കാരായ ആൾക്കാർ വഴി ഉദ്യോഗസ്ഥന്മാർ മറിച്ചു വിറ്റിട്ട് ആ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ബലികാടാക്കിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ, പാർലമെന്റിന്റെ ശീതീകരിച്ച മുറിയിൽ മലർന്നു കിടന്ന് മേൽപോട്ട് കിടന്ന സ്വപ്നം കാണുമ്പോഴും, ചില വ്യംഗ്യാർത്ഥത്തിൽ ജനങ്ങളെ കൈകൾ കാണിച്ച് ചില വ്യംഗ്യാർത്ഥത്തിലൂടെ ആക്ഷേപിക്കുമ്പോഴും നിങ്ങൾ ഓർക്കണം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖത്തേറ്റ കരുത്ത മുത്താണ് ഈ പറഞ്ഞ മോദിയും അദ്ദേഹത്തിന്റെ ഭരണസമിതിയും എന്നോർക്കണം. അവരോടൊന്ന് സംസാരിക്കാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ വലിച്ചിരിച്ചുകൊണ്ട് പോവുക, നമ്മുടെ വിഷയമല്ല. നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ നേതാവിന് വ്യക്തമായ ധാരണ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിനെ കൊടുത്തിരുന്നു. നമ്മുടെ നിയമസഭയിലെ അംഗങ്ങളുടെ 10% പോലും ഇല്ലാതിരുന്ന CPM-ന്റെ AKJ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാക്കിയ ആളാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. അതിനുശേഷം പ്രതിപക്ഷ കക്ഷികൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്ത കക്ഷികളാണ് ഇതിനു മുമ്പ്, ഈ NDA വരുന്നതിന് മുമ്പുള്ളത്. ഓരോ വ്യക്തിയെയും പേടിയാണ് ഇതിന്റെ കാരണം. ഈ പേടിയാണ് പിണറായി വിജയനെ വീട്ടിലിരുത്തിയെങ്കിൽ ഇതേ പേടിയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ മോദിയെ താഴെ ഇറക്കുന്നത് നിങ്ങൾ ഓർക്കണം. ഒരു മന്ത്രിയാണോ വലുത്, ഈ രാജ്യത്തെ ചെറുപ്പക്കാരാണോ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? നിങ്ങളുടെ കയ്യിൽ പിടിച്ചു വളരുന്ന കുഞ്ഞാണോ വലുത്, അതോ അയലത്ത് വീട്ടിലെ വ്യക്തിയാണോ നിങ്ങൾക്ക് വലുതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും എന്ന് മാത്രമേ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നാൽ മതി. ന്യൂക്ലിയർ രഹസ്യങ്ങൾ ചോർന്നു എന്നൊരു വാർത്ത വരുന്നു. ചിലരതിൻ്റെ കമന്റ് ചോദിച്ചിരുന്നു. പേടിച്ചാണ് പലതും പറയാത്തത്. തെളിവുകൾ കയ്യിൽ കിട്ടിയാലും പലരും പലയിടത്തുനിന്നും പല തെളിവുകളും തരുമ്പോഴും സത്യത്തിൽ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കാൻ പേടിയാണ്. രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തുന്നത്. എന്ത് രാജ്യദ്രോഹമാണ് ഈ കുഞ്ഞുങ്ങൾ ചെയ്തത്? ഇന്നലെ അത്രമാത്രം അക്രമാസക്തരായി അവരെ ആക്രമിക്കേണ്ട അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ ഓർക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീടിന്റെ മുമ്പിലേക്ക് ഇങ്ങനൊരു നടപടി ഉണ്ടാകുന്നത് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ചുമ്മാതാണോ ഈ രാഹുൽ ഗാന്ധി പറയുന്നത് ചൈന നമ്മുടെ ഭൂമി അടിച്ചെടുത്തു, നമ്മുടെ ഭൂമി കയ്യേറിയെന്ന്? അവിടെ ഇന്റലിജൻസ് ഫ്ലോപ്പല്ലേ ഉള്ളത്? എന്താണ് ഈ കുഞ്ഞുങ്ങൾ ചെയ്തത്? പെൺകുട്ടികളെ വടി വെച്ച് അടിക്കുക, ആവശ്യമില്ലാതെ കുത്തുക. നമ്മൾ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കാളുകളെയും കൊണ്ട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് പട്ടിണി കൊണ്ടുവന്ന് അവശരായ ആ കാളുകൾ നടക്കാൻ വേണ്ടി അതിൻ്റെ വടിയുടെ മുമ്പിൽ ആണി കുത്തിവെച്ച് കുത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നീണ്ടു കൊണ്ടുവരുമായിരുന്നല്ലോ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്. അതുപോലെയല്ല ചെയ്തത്, നിറച്ചാണിയാണ് ചടിച്ചേക്കുന്നത്. ആ ആണി വെച്ച് കുഞ്ഞുങ്ങളെ അടിച്ചു വലിക്കുകയാണോ എന്ന് ആലോചിച്ച് നോക്കണം. ഇതാരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? നിങ്ങൾ ചെയ്ത ഒരു വോട്ട് എന്നാണ് നിങ്ങൾ കൊടുത്ത അധികാരം.
ആ അധികാരം പിൻവലിക്കാൻ പറ്റാത്തിടത്തോളം കാലം നിങ്ങളൊക്കെ അനുഭവിച്ചേ പറ്റൂ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സ്വന്തം കുഞ്ഞിന് നോവുമ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ കരയും. അമ്മമാർ കരയുമ്പോൾ അവർ തെരുവിലേക്ക് ഇറങ്ങും. ആ തെരുവിലിറങ്ങുന്ന യുദ്ധമായിരുന്നു ശ്രീലങ്കയിൽ കണ്ടതും നേപ്പാളിൽ കണ്ടതും. അതിൻ്റെ മറ്റൊരു പ്രതിഫലനമായി ഇന്ത്യയിലെ ഈ സമരം മാറും എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ പോയാൽ ഒരു സംശയമില്ലെന്ന് ഓർക്കണം. ഏത് പ്രശ്നവും പരിഹരിക്കാൻ പറ്റും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹം ഇരിക്കുന്ന ആളിൻ്റെ അടുത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇറങ്ങി ചെന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ്, ആ പ്രശ്നം ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, ഇന്ന ദിവസം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് നടയിലെ സമരം മാറുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഒരാളിനും സമരം കിടക്കണമെന്നോ അല്ലെ ഒരാളിനും റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു കാര്യം സാധിക്കണമെന്നോ താല്പര്യം കാണത്തില്ല. ആ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതെന്താ സംഭവം, കേരളത്തിലെ മറ്റൊരു സമരമായി ഇതിനെ ആശാ വർക്കർമാരുടെ സമരമായിട്ട് വേണം നമ്മളിതിനെ ചൂണ്ടിക്കാണിക്കാൻ. അവരോട് ചെയ്ത അതേ നടപടികളാണ് ചെയ്യുന്നത്. ഷെഡ് വലിച്ചെടുക്കുക, വെള്ളം കൊടുക്കാതിരിക്കുക, പിന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, അവർ മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിടിച്ച് കുട വലിച്ചു വരിക്കുക, കൂടാതെ ഇൻ്റർനെറ്റ് സൗകര്യം വിച്ഛേദിക്കുക. ഇതെന്താ ഭീകര രാഷ്ട്രമാണ്? ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുകയും ഇതൊക്കെ കണ്ടിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചില കക്ഷികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ തങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറയാൻ നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു മക്കളെ എന്നേ പറയാനുള്ളൂ. ഞാനൊരു അച്ഛനായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഡൽഹിയിൽ നടക്കുന്നത്. പാറ്റകളെ വെറുതെ കാണുന്ന അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഒപ്പം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിക്കും കാരണമാകും. നമുക്ക് പാർലമെൻറ്റിൽ മുകളിലോട്ട് നോക്കിക്കിടന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. ആ ചിന്തയുടെ അവസാനം ഒരു നല്ല തീരുമാനമുണ്ടാകണം. ആ തീരുമാനം ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ളതാകണം. നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടിയാകാൻ വേണ്ടിയാണ് 24 മണിക്കൂറും നല്ല സെക്യൂരിറ്റിയും തന്ന് നിങ്ങളെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ തീറ്റിപ്പോറ്റിക്കൊണ്ട് നടക്കുന്നത്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച പോലെ വീണ്ടും വീണ്ടും പറയുകയാണ്, ഉണ്ണുന്ന ആഹാരവും ഉടുക്കുന്ന വസ്ത്രവും എന്നിവിടെ മുഴുവൻ ഈ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണുനീരും ഈ രാജ്യത്തെ ജനങ്ങളുടെ വിയർപ്പുമാണ്. അതുകൊണ്ട് അന്തസ്സായ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ കയ്യിലെടുത്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ ഒരു സർക്കാർ നിലനിൽക്കാൻ പറ്റില്ല. ജൻസി വിപ്ലവത്തെ നിങ്ങൾ സാധാരണ ജൻസികളായിട്ടൊന്നും കാണണ്ട. വീടുകളിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും ഇതിനെ മൗനമായി സപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഒരു ആത്മരോഷമായി തെരുവിലേക്ക് ഇറങ്ങിയാൽ രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് മാറും. അത് തടുക്കാൻ ഒരുപക്ഷെ ഇന്ത്യയിലെ പട്ടാളത്തിന് കഴിയില്ല. കാരണം തോക്കിയുണ്ടുന്ന പട്ടാളക്കാരൻ്റെ മകനും ആ കൂട്ടത്തിൽ കാണും. ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെ മക്കൾ ആ കൂട്ടത്തിൽ കാണില്ല. പക്ഷേ ഈ സാധാരണ യുവാക്കളുടെ നേരെ വിരൽ ചൂണ്ടുന്ന അല്ലെ തോക്ക് ചൂണ്ടാൻ പോകുന്ന പട്ടാളക്കാരൻ്റെ മക്കളും അവൻ്റെ പെങ്ങളുടെ മക്കളും അവൻ്റെ രക്തത്തിൽ പിറന്നതും തൊട്ട് മുമ്പിലുണ്ടെങ്കിൽ അവൻ വെടിവെക്കില്ല ഏത് പ്രധാനമന്ത്രി പറഞ്ഞാലും എന്നുകൂടി ഓർക്കണം. ഇതിനൊക്കെ കുടുംബം വേണം. കുടുംബത്തെ സ്നേഹിക്കുന്നവനാണ് ആ പൊതുപ്രവർത്തകൻ. മക്കളുണ്ടാകണമെങ്കിലേ മക്കളോടുള്ള സ്നേഹമുണ്ടാകൂ എന്ന് ഒരു പരോക്ഷമായി ജനങ്ങൾ പറഞ്ഞു പോയാൽ അവരെ കുറ്റം പറയല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.